സ്ഥലത്തുണ്ടല്ലോ കേട്ടോ. ചേട്ടാ ഒന്ന് പണിക്കൊന്നും പോയില്ലേ? എന്താ പണിക്ക് പണിയൊക്കെ വളരോ? എന്താ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. അങ്ങനെ പോണു. എന്താ ഇങ്ങനെ വഴി വഴിച്ച് ഇറങ്ങി രണ്ടാളും കൂടി? ഞങ്ങള് മൊത്തം സ്ഥലമൊക്കെ ഒന്ന് കറങ്ങി വരികയാണ്. ഓ ഭയങ്കര ബിസിനസ് ആണല്ലോ. അതേ നിങ്ങൾക്കൊരു ഉഷാർ കോളും കൊണ്ടാണ് നമ്മള് വന്നിക്കണത്. ഉഷാറ് കോള് രണ്ടാളും കൂടി അല്ലേ ഒന്നും മിണ്ടാണ്ടിരിക്കണോ? നിങ്ങളത് പറഞ്ഞു കൊടുക്കി. എന്താ കേട്ടോ നിങ്ങക്ക് തമാശ? നോക്ക്, നല്ല ബെസ്റ്റ് പാർട്ടിയാണ്. ഇങ്ങനത്തെ പാർട്ടിനെ കിട്ടില്ല നമുക്ക്. നിങ്ങൾ വെറുതെ ഈ മനുഷ്യന്മാരെ കുപ്പിയിലാക്കാൻ വേണ്ടി നടക്കരുത്. അവരോട് പറഞ്ഞൊരു കാര്യമില്ല. സമലെടുത്തില്ലേ ഇവിടെ? ശ്യാമളൊക്കെ ഉണ്ട്. സമലെടുത്തിയേ? ശ്യാമള ഒരു 3 കട്ടൻ ചായ എടുത്തോ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കഴിച്ചാണ്. നിങ്ങളൊക്കെ വരുമ്പോഴാണ് എനിക്കൊരു കട്ടൻ ചായ കിട്ടുക. സമലെടുത്തിയേ? ഞമ്മളാണ്. അതെ നിങ്ങൾ ആ 4 സെന്റ് സ്ഥലല്ലേ, അതിനൊരു ഉഷാർ പാർട്ടിനെ കൊണ്ടുവന്നിക്കണം ഞമ്മള്. മൂപ്പരൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കളി. എന്താ വേണ്ട സ്ഥലം കൊടുക്കണോ? ഞങ്ങൾക്ക് കൊടുത്താൽ അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല. അല്ല അത് കാണും പറയാലോ. സത്യശീല അടുത്ത മയക്ക് പെര നിൽക്കൂ. എടാ സ്ഥലം വിറ്റിട്ട് പെര നന്നാക്കാൻ നോക്കൂ. എന്റെ പൊന്നു മൊയ്തു, ഈ മനുഷ്യൻ പറയണ നിങ്ങൾ കേക്കണ്ട. എന്താന്ന് വെച്ചാ ചെയ്തോ അത്. മാത്രല്ല ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഈ സ്ഥലം നിൽക്കണതിന്റെ തൊട്ടപ്പുറത്ത് മന്മഥം എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. വേറെ ആർക്ക് കൊടുത്താലും ഓന് ഞാൻ ഈ സ്ഥലം കൊടുക്കില്ല. കൊടുക്കരുത്. ഓന് കൊടുക്കണ്ടെങ്കിൽ അല്ലെ ഓനെ പറ്റി അല്ലെങ്കിൽ നാട്ടില് വലിയ അഭിപ്രായം ഒന്നും ഇല്ല. എന്റെ മുമ്പിൽ വരില്ലല്ലോ. സത്യശേഖരന്റെ നേരം വലിയ ആള്, ആൾക്ക് പേടിയാണ്. നാളെ എന്തോ വർത്താനെ പുറംകാലം ചോറ ഒറ്റൊന്നാ 3 മറിച്ചാ പറഞ്ഞു. അതിന് പറ്റിയ നിങ്ങക്ക്? അല്ല ആൾക്ക് എന്തിനു പറ്റിയോ? ഒന്നും പറ്റില്ല. പോയി ഇതേ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഉഷാർ പാർട്ടിയാ. ഈ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന ആളാ. അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സ്ഥലം ആണെന്ന്. എന്താ ഈ പറഞ്ഞത്? ഞങ്ങൾ ആ നിലയ്ക്കല്ലേ തട്ടിയിരിക്കുന്നത്. പൈസക്കാരാണല്ലേ ഇയാള് പൈസന്റെ മേലെ കിടന്നുറങ്ങുന്ന ആളാണ്. അല്ല അതിപ്പോ ഈ പണത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന ആള് ഇപ്പൊ ഈ പാടത്ത് 4 സെന്റ് സ്ഥലം വാങ്ങാൻ വരിക എന്ന് പറഞ്ഞാൽ അതിപ്പോ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? അത് വല്ല ചീട്ട് കളിക്കാനാവൂ, അല്ലെങ്കിൽ കൊള്ളി ഒതുക്കോട്ടെ. നമ്മളെന്തിനാ നമ്മുടെ കായ് കെട്ടിയാ പോരെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് സത്യത്തിൽ നിങ്ങൾ ഈ സ്ഥലം കച്ചവടം ചെയ്യാനാണോ അതോ മുടക്കാനാണോ നിൽക്കുന്നത്? അതാണ് വില കിട്ടിയാ കൊടുക്കുന്നേ. ചേട്ടാ ഇങ്ങോട്ട് നോക്കി, ഇയാൾക്കുണ്ടല്ലോ സ്ഥലം എന്ന് പറഞ്ഞ ക്രൈസാ, എല്ലായിടത്തും വാങ്ങിയിടുക. ഇതിന് മുമ്പൊക്കെ വില അതൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതൊന്നും ഇപ്പൊ ഞാൻ വിഷയാക്കണില്ല. നമ്മുടെ അത്തിക്കണ്ടല്ലേ, ഗോപാലൻ നായർ അത്തിക്കണ്ടം, അത് 10, 12 അല്ല 15 അല്ല 22 സെന്റോ 22. ആ സ്ഥലം 10,000 ഉറുപ്പിക്കാണ് പോയത്. 10,000 ഉറുപ്പ്യ കിട്ടുക നമുക്ക് കച്ചവടമാക്കാം. അത് 22 സെന്റ് സ്ഥലമാണ്. ആ സ്ഥലത്ത് 3 ഫ്ലാറ്റ് കയറ്റാനാണ് അയാളുടെ പരിപാടി. അത് മനസ്സിലാക്കി. നിങ്ങളുടെ 4 സെന്റ് സ്ഥലത്ത് എന്താണ് ഒരു എസ്റ്റിഡി കുത്ത് പണിയാൻ പറ്റുള്ളൂ. അതൊരു സേഫല്ല സ്ഥലം. ബാനറും കൂടി കെട്ടാണോ സ്ഥലമില്ല അവിടെ. ഒന്നിനും കൊള്ളാത്ത സ്ഥലം പിന്നെ എന്തിനാ അയാൾ വാങ്ങിക്കണത്? അയാൾക്ക് ഭ്രാന്ത്, അല്ലാണ്ട് എന്താണ്? നമുക്ക് കാശ് കിട്ടിയാ പോരെ. അയാളെ നമ്മളെ ലുലുല്ലേ, ലുലുവിന്റെ ബാക്കിൽ ഒരു 5 സെന്റ് സ്ഥലം എടുത്താ മൂപ്പര്. അമ്മാര് പൈസക്കാരനാണ്. എന്നാ നോക്ക് നിങ്ങളെ, എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടത്താം. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല പാർട്ടിനെ കിട്ടാനാണ് പാട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം വൈകാണ്ട് കാശ് കൊണ്ട് കയ്യിൽ കിട്ടുവേ. നിങ്ങളോടെ ഇപ്പൊ മന്മഥങ്ങളോട് എത്രയാ പറഞ്ഞേ? മന്മഥം പറഞ്ഞൊന്നിപ്പോ നോക്കണ്ടാണ്. അല്ല നഷ്ടമാണ്, കൊടുക്കരുത്. ഒരു 8 ഉറുപ്പ്യ നമുക്ക് മേടിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, വിലയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നെ വേറൊരു കാര്യം അത് പറഞ്ഞു. ഒരു കാര്യമുണ്ട്, സംഗതി 4 സെന്റ് സ്ഥലമാണ്. നിങ്ങൾക്കറിയാലോ ഞങ്ങൾക്ക് അതിൽ എന്താണ് കമ്മീഷൻ കിട്ടണത്. കമ്മീഷൻ ഒന്നും വിചാരിച്ചിട്ടല്ല, എന്തെങ്കിലും ഒരു കച്ചവടം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. കമ്മീഷൻ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. എന്താ കേട്ടോ നിങ്ങൾ, പിന്നെ ഞങ്ങൾ എന്തിനും പിന്നിൽ നടക്കും. നമുക്ക് എന്തെങ്കിലും കൈമ തടയണ്ടേ? പറഞ്ഞു വന്നല്ല 2%, 1%, 1.5% പരിപാടി ഒന്നും നടക്കില്ല. 3% കമ്മീഷൻ കൃത്യമായിട്ട് കിട്ടണം. ശീതള ഇതാകെ 4 സെന്റ് സ്ഥലം. അതുകൊണ്ടാണ് പറഞ്ഞത് 4 സെന്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് എന്താണ് കിട്ടുക. 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. വാങ്ങണ പാർട്ടി 1%, വിൽക്കണ പാർട്ടി 3% നമുക്ക് തരണ്ടേ, അത് നമുക്ക് കിട്ടണം. ഞങ്ങളുടെ അവസ്ഥയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞു കേക്ക്, നമുക്കിപ്പോ ഇതിൽ എന്താണ്? ഓക്കെ നമുക്കൊരു കാര്യം, വേലയൊക്കെ നമുക്ക് പിന്നെ പറയാം കേട്ടോ. ഒന്നും വേണം. സന്തോഷം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പാർട്ടി വരുന്ന സമയത്ത് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അവസാനം പിന്നെ അതൊന്നും പറയരുത് കേട്ടോ. ഒന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. വർത്താനം പലപ്പോഴും പലതാണ്. ഓ അപ്പൊ ശരി എന്നാല്. ഒരു കാര്യം അങ്ങനെ പറഞ്ഞത്, എനിക്ക് പലപ്പോഴും പല വർത്താനം. എനിക്ക് അതല്ല പറഞ്ഞത്, നിങ്ങൾക്ക് പലപ്പോഴും പല വർത്താനാണെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ വളരെ ഡീസന്റ് ആയിട്ടാണ് സംസാരിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ഡീസന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇനി അത് മുതലായില്ല എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു വാക്കിൽ പറഞ്ഞ് അവിടെ നിൽക്കണം. സത്യശീലിന് ഒറ്റ വാക്കേ ഉള്ളൂ. അത് ശരിയാണ്, നിങ്ങൾക്ക് ഒറ്റ വാക്കുള്ളൂ. പക്ഷെ ആ ഒരു വാക്കുണ്ടല്ലോ, വല്ലാത്ത വാക്കാണ്. അതെ, ഞാൻ എപ്പോഴും ഒരു സംശയം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് 7 സമയത്ത് ഈ തൂണുമ്പോ തന്നെ ചാരിയിരിക്കുന്നത്?
ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് മാറി നിന്നൂടെ? ശരി എന്നാലും. ചേഞ്ച് അല്ലല്ലേ, ഒന്ന് മാറിയിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാതെ അകത്തോട്ട് വന്നിട്ട് അവള് ഇരിക്കും അങ്ങനെ. ഇതൊരു സുഖമില്ല. ഇത് തന്നെ നല്ലത്.